എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ ഏട്ടത്തി വിളമ്പി കൊടുക്കണമെന്ന്? അല്ലേ ചന്ദ്രേട്ടാ? പിന്നെ ഏട്ടത്തിയുടെ കൈകൊണ്ട് വിളമ്പി കഴിക്കുന്നത് ഒരു നല്ല ഓർമ്മയാണ്. വിളമ്പ്. എന്തിനാടാ നോക്കിയിരിക്കുന്നത്? കഴിക്കേ. ഇതെന്താ ഇത്? ഇതിൽ ഉപ്പും പുളിയൊന്നുമില്ലേ? ഞാൻ നോക്കിയതാണല്ലോ മോനെ, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഓ, പിന്നെ എന്റെ വയറ്റിലേക്ക് വീണപ്പോ കുഴപ്പമായതാണോ? ഓ, ഞാൻ കുഴപ്പക്കാരനാണല്ലോ. അപ്പൊ ഭക്ഷണ സാധനങ്ങൾക്കും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും അല്ലേ? എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് കഴിച്ചു നോക്കിയേ. അവനൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഞങ്ങളോട് കഴിച്ചു നോക്കാൻ പറഞ്ഞ എന്താ അതിനർത്ഥം? അവനെ വിശ്വാസമില്ലെന്നല്ലേ? ഏട്ടനൊപ്പം കഴിക്കാനുണ്ടാവുമ്പോ ഏട്ടത്തിയുടെ പാചകത്തിൽ ഒരു കുറവും ഉണ്ടാകില്ലായിരുന്നല്ലോ. എന്താ ഏട്ടത്തി, ഭക്ഷണത്തിൽ ഞങ്ങളെ തോൽപ്പിക്കാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ചന്ദ്രശേഖര. ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയത്. പിന്നെ എന്തെങ്കിലും കുറവ് പറഞ്ഞ ഒരു 5 മിനിറ്റകം ഞാൻ ഉണ്ടാക്കാം. ഓ, ഇനി അതൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോ ഇനി അതൊന്ന് ശ്രദ്ധിച്ചാ മതി. ആ, അല്ലെങ്കിൽ അടുക്കളയിൽ സ്വപ്നം കണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുറവുണ്ടാകുമെന്ന്. ഏട്ടത്തി, ഇറങ്ങിപ്പോയവരിറങ്ങിപ്പോയി. ഇപ്പൊ നമ്മളാ ഇവിടെ ജീവിക്കുന്നത്. അതിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കണ്ട, ഒരു കാലത്തും പ്രതീക്ഷിക്കണ്ട. ഗൗതം, ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത് അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിനെ പുകഴ്ത്താനൊന്നും അല്ലല്ലോ. ഓ, നന്നായിട മോനെ. അമൃത് കോരി തന്നാലും ഇങ്ങനെ പറയാവൂ. കുറച്ചു കിടന്ന് അനുഭവിക്കട്ടെ. അമ്മ ഇവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ വലഞ്ഞതിന് ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്കൊക്കെ എങ്ങനെ പെരുമാറാനും ഞാൻ ലൈസൻസ് തന്നിരിക്കാം. ഇത് നമ്മുടെ വീടാ. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 4 പേരുടെയും. ഇതിനപ്പുറത്തേക്ക് എല്ലാവരും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. അത് മനസ്സിൽ വെച്ചു കഴിക്കും. എന്താമ്മേ? രാധികയ്ക്കും അവളുടെ ഭർത്താവിനും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അവരിവിടെ താമസിക്കണം തീരുമാനിച്ചത് ഞാനാ. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ തന്നെ ഉണ്ടാവും. മോളുടെ ഗുണം കൊണ്ട കണിമംഗലം മുടിഞ്ഞതും 2 പേർക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതും.
എന്നിട്ടും പഠിച്ചില്ല അല്ലേ? മക്കളെ കുറിച്ച് അച്ഛൻ ഒരുപാട് പഠിച്ചു. കണിമംഗലത്തുണ്ടായ സംഭവങ്ങളിൽ നിനക്കൊരു പങ്കുമില്ല അല്ലേ? ഇത്രയും കാലം നിനക്ക് വേണ്ടി ഒത്താശ ചെയ്തവരാ ആ കുടുംബത്തിന് പിന്നിൽ നിന്ന് കുത്തിയത്. അവരുടെ നാശത്തിന് തുടക്കമിട്ടത് നീയാ. ഒന്നും മറന്ന് സംസാരിക്കല്ലേ മോളെ. ദേവ, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവനെ ഇങ്ങോട്ടൊന്ന് ഇറക്കി നിർത്ത്. അന്തസ്സുള്ളവനാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയട്ടെ. അമ്മ അവരെ കാണില്ല. അവരെ ഞാൻ ഇറക്കി വിടുകയില്ല. യശോദേ, അകത്തേക്ക് കയറുക. എങ്ങോട്ടാടി? എങ്ങോട്ടാ രണ്ടുപേരും കൂടി? നീ എന്താടി ഞങ്ങളെ കൊല്ലോ? കൊല്ലും. അതിനെനിക്ക് ഒരു മടിയുമില്ല. ഇത്രയും കാലം എന്റെ പുറകെ നടന്ന് ദ്രോഹിച്ചതല്ലേ രണ്ടും കൂടി? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ചതല്ലേ? ഇപ്പൊ ഞാൻ കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയതിന്റെ പിന്നിൽ പോലും നിങ്ങളും നിങ്ങളെ സഹായിച്ചവരുമല്ലേ? ഇനി തല താഴ്ത്തി നടക്കാൻ മനസ്സില്ല രാധികയ്ക്ക്. എനിക്കും എന്റെ ഭർത്താവിനും ജീവിക്കണം. ഇവിടെ എന്റെ അച്ഛനും അമ്മയും അനുവദിച്ച ഈ വീട്ടിൽ താമസിക്കണം. അത് ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ടൊരു കാലെടുത്ത് വെച്ച കഴുത്ത് ഞാൻ കണ്ടിച്ചോളേ.